ഹായ് ഹലോ ഇറ്റ്സ് മീ കാവ്യ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ 24 മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, അവർ ചെയ്യാൻ സാധ്യതയുള്ള 7 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യവും അവർ ചെയ്യാൻ പോകുന്ന കാര്യവും എല്ലാം തന്നെ ഈ ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുമില്ല, അത് ചിലപ്പോൾ ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ചിട്ടായിരിക്കും. എന്നാൽ ഒരു നോർമൽ പേഴ്സൺ ചോദിക്കാനൊക്കെ സാധ്യതയുള്ള അല്ലെങ്കിൽ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു 7 കാര്യങ്ങൾ അവർക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങളോട് സ്നേഹമില്ല, അങ്ങനെയല്ല. അവർ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഒന്നാമത്തെ കാര്യത്തിലോട്ട് പോവാം. നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറയുന്നുണ്ടായിരിക്കും. നീ എന്തെങ്കിലുമൊക്കെ പറ, സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ തന്നെ പറയും. അത് നിങ്ങളുടെ ആ ഒരു വോയിസ് കേൾക്കാൻ, നിങ്ങളുടെ ആ ഒരു സൗണ്ട് കേൾക്കാൻ അവർക്ക് അത്രത്തോളം ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. ഇത് നിങ്ങളോട് സ്നേഹത്തോടെയാണ് അവർ നിങ്ങളെടുത്ത് പറയുന്നതെന്നുണ്ടെങ്കിൽ. പക്ഷെ അതല്ലാതെ നീ പറ, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ വർക്കിലാണ്, നീ പറഞ്ഞോ, അങ്ങനെയൊക്കെ രീതിയിൽ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉള്ള ഒരു തരത്തിലും ഉണ്ടായിരിക്കും. ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിൽ തട്ടി നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവരിങ്ങനെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറയും. നീ പറ, കേൾക്കട്ടെ, നിന്റെ വോയിസ് ഒക്കെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ, നീ പറ എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ കൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിപ്പിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആ ഒരു വോയിസ് ഒക്കെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നീ പറ, അങ്ങനെയൊക്കെ ഒരു സ്നേഹത്തോടെ അവർ നമ്മളെടുത്ത് പറയുന്നുണ്ടായിരിക്കും. അവർ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതെന്നുണ്ടെങ്കിൽ, നമ്മളോട് സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഒരു 24 മണിക്കൂർ നമ്മളെ ആലോചിച്ചിരുന്ന് നമ്മളോടുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ കൂടി ആ ഒരു ഫീൽ അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവർ നിങ്ങളോടത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നീ എന്തെങ്കിലുമൊക്കെ പറ, കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ അവർ പറയുന്നുണ്ടായിരിക്കും. നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ്, നിങ്ങളോട് അവർ പ്രപ്പോസ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾ ലവറല്ലേ, ഓൾറെഡി പ്രപ്പോസ് ചെയ്യലൊക്കെ കഴിഞ്ഞല്ലേ, അങ്ങനെയല്ല. അവർ പറയും എൻ്റെ ഒന്ന് പ്രപ്പോസ് ചെയ്യുക, ഞാൻ ഒന്ന് കാണട്ടെ, അല്ലെങ്കിൽ അവരെന്നെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നീ അവിടെയാണ്, ഞാൻ കോളേജിൽ പഠിക്കുകയായിരുന്നു, ആ ഒരു അവസ്ഥയിൽ നീ എങ്ങനെയാണ് എന്നെ പ്രപ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഞാനല്ലേ അന്ന് തന്നെ പ്രപ്പോസ് ചെയ്ത്, നീ എന്നെ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെയെല്ലാം അവർ ചോദിക്കുന്നുണ്ടായിരിക്കും. കാരണം ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യാറുണ്ട്, അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഒരു ഫീലാണ്. ചിലപ്പോൾ ആദ്യത്തെ ആ ഒരു സമയത്ത് നമ്മളെ പ്രപ്പോസ് ചെയ്യേണ്ട ആ ഒരു മൊമെന്റിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചിലപ്പോൾ ഇങ്ങനെയെല്ലാം ചോദിക്കുന്നത്. ആ ഒരു ഫീൽ അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ഇതൊക്കെ നിങ്ങളെ അത്ര ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ 24 മണിക്കൂർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മൂന്നാമത്തെ കാര്യമാണ്, നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അവർ പുതിയ പുതിയ കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഫ്യൂച്ചറിലെ ഓരോ കാര്യങ്ങളും, നമ്മൾ അവിടെ സെറ്റിൽഡ് ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം, നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിനെ പറ്റിയിട്ടും നമ്മുടെ ജോബിനെ കുറിച്ചിട്ടും എല്ലാം ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ അവർ ആലോചിക്കുന്നുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞു, അവർ നമ്മളെ 24 മണിക്കൂർ നമ്മളെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മളെടുത്ത് സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് സമയം നമ്മളെ ആലോചിച്ച് നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ അവർ ആലോചിച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും അവർ ഇത്തരത്തിൽ ചിന്തിക്കാൻ സാധ്യതയുള്ളത്. നമ്മുടെ നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ടുള്ള നമ്മുടെ ഫ്യൂച്ചറും, നമ്മുടെ ഫ്യൂച്ചറിലെ ഓരോ കാര്യങ്ങളും, നമ്മുടെ കുട്ടികളും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ അവർ ആലോചിച്ചെടുക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പിക്സും കാര്യങ്ങളൊക്കെ എടുക്കണം, ഇങ്ങനെയൊക്കെ നിങ്ങളെ 24 മണിക്കൂർ ആലോചിക്കുമ്പോൾ അവർ ആലോചിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അവരതെല്ലാം തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. എപ്പോഴും അവരവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടും ഫ്യൂച്ചർ പ്ലാൻസിനെ കാര്യങ്ങളെ പറ്റിയിട്ടും എല്ലാം തന്നെ നിങ്ങളോടത്ത് സംസാരിക്കുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. നമ്മുടെ നാലാമത്തെ കാര്യം നോക്കിയാൽ, നിങ്ങളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. നിങ്ങൾ എന്താണ് പറയുന്നത് പോലും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാള്, അതൊരു ഗേൾ അല്ലെങ്കിൽ ബോയ്, അവരതിനെ ചിരിച്ചു കൊടുക്കുകയും ചെയ്യും. കാരണം അവരുടെ ആ ഒരു ചിരി കാണാനും കേൾക്കാനും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് അടിപൊളിയായിട്ടുണ്ടല്ലോ, നന്നായിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വോയിസ് കേൾക്കാൻ നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവരെ ഒരുപാട് ചിരിക്കാനും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിരി കാണുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് തമാശകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും. കാരണം അവർക്ക് നിങ്ങൾ ചിരിക്കുന്നതും അത് കാണുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് തമാശകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും. ഇത് 24 hours നിങ്ങളെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർ മാത്രമല്ല, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും അവർക്കും ഇഷ്ടമായിരിക്കും നിങ്ങൾ ചിരിക്കുന്നത് കാണാനും അത് കേൾക്കുന്നതിനെല്ലാം. നമ്മുടെ അഞ്ചാമത്തെ കാര്യമാണ്, അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എന്നെ എപ്പോഴൊക്കെ മിസ് ചെയ്യാറുണ്ട്,
അവർ 24 മണിക്കൂറും നമ്മളെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവർക്ക് ഒരുപാട് മിസ്സിങ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവർ നമ്മളെടുത്ത് ചോദിക്കും, നിനക്ക് എന്നെ മിസ് ചെയ്യാറുണ്ടോ എന്നെല്ലാം അവർ ചോദിക്കുന്നുണ്ടായിരിക്കും. കാരണം നമുക്കുള്ള ആ ഒരു മിസ്സിങ് അവർക്കുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് മിസ്സിങ് ഉണ്ട്, അത് പറയുമ്പോൾ ആ ഒരു ഫീൽ അതൊന്ന് വേറെ തന്നെയാണ്. അതൊക്കെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഇടയ്ക്ക് ചോദിക്കും, നീ എന്നെ മിസ് ചെയ്യാറുണ്ടോ എന്നെല്ലാം തന്നെ അവർ ചോദിക്കും. ഇതെല്ലാം തന്നെ നിങ്ങൾ അത്രയും ആലോചിച്ചിരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളല്ലാതെ അവർക്ക് മറ്റൊരു ലോകം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു സമയത്തും എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ അവരുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് അവർ ഇതെല്ലാം തന്നെ ചോദിക്കുന്നത്. നമ്മുടെ 6ാമത്തെ കാര്യമാണ് നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അവർ പറയും, ഞാൻ തന്നെ കടലോളം സ്നേഹിക്കുന്നുണ്ട്, അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നെല്ലാം അവർ പറയുന്നുണ്ടായിരിക്കും. അതൊന്നും അളക്കാൻ പറ്റില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു വേറെ ഫീലായിരിക്കും. അത് കേൾക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു റിപ്ലൈ കേൾക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അവരിതെല്ലാം തന്നെ ചോദിക്കുന്നത്. ചിലർ പറയും, പ്രണയത്തിൽ ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നുമില്ല എന്നെല്ലാം തന്നെ പറയും. ഇതൊക്കെ സംസാരിക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സുഖമായിരിക്കും, നിങ്ങൾക്ക് വേറൊരു ഫീലായിരിക്കും. നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾ സംസാരിക്കാം. നിങ്ങൾ അവരെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നെല്ലാം തന്നെ നിങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ 7ാമത്തെ കാര്യമാണ് ഞാൻ തന്നെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ പറയും, അന്ന് എനിക്ക് സുഖമില്ലാത്ത സമയത്ത് നീ എന്നെ നോക്കിയില്ലേ, അതെനിക്ക് ഒരുപാട് കെയറിങ് ആയിട്ട് തോന്നി എന്നെല്ലാം തന്നെ അവർ പറയും. ഇതൊക്കെ നമുക്ക് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും നമുക്കൊരു വേറെ ഫീലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതൊക്കെ നിങ്ങളെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരെ ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളില്ലാണ്ട് അവർക്ക് പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഏതൊരു സമയം ആലോചിച്ച് നിങ്ങളോട് ഒരുപാട് സംസാരിക്കാനും നിങ്ങളുടെ ആ ഒരു സംസാരം വോയിസ് കേൾക്കുന്നതിനും അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. നിങ്ങളെ കൊണ്ട് ഒരുപാട് തമാശകൾ പറയിപ്പിച്ച് ആ ഒരു തമാശയിൽ അവർ ചിരിക്കുന്നത് കാണുന്നതിനും കേൾക്കുന്നതിനും. അതേപോലെ തന്നെ നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഇതൊക്കെ അറിയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. അവർക്ക് ആ ഒരു വേറെ ഫീലായിരിക്കും. നിങ്ങളോട് അവർ പ്രപ്പോസ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിന്നെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം തന്നെ ചോദിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ചോദിക്കാനുണ്ട്. ഈ ഒരു 7 കാര്യമല്ല ഉള്ളൂ, ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.